ആകാശം ഭൂമിയെ വിളിക്കുന്നു, അനുരാഗ നക്ഷത്രം കണ്ണുകൾ ചിമ്മി. ആകാശം ഭൂമിയെ വിളിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടൊരു പാട്ടാണ്. ഈ പാട്ട് ഇപ്പോൾ ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ കണ്ട ഒരു വമ്പിച്ച തമാശയാണ്. നമ്മുടെ ജീവിതം എത്ര രസകരമാണ് എന്ന് ഓർമ്മിക്കുന്നത് ഇതുപോലുള്ള തമാശകളൊക്കെ പത്രത്തിൽ വായിക്കുമ്പോഴാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ടാറ്റ ഗ്രൂപ്പുകാരെ ബംഗാളിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഈ ടാറ്റക്കാർ പൂട്ടിപ്പോയ കാർ ഫാക്ടറി സിംഗൂരിൽ തുറന്ന് പ്രവർത്തിക്കും. അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റാണ്. ബംഗാളിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് അദ്ദേഹം അത് മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. ചരിത്രം നിങ്ങൾക്ക് മിക്കവർക്കും ഓർമ്മയുണ്ടാവും എന്നേ പേരിക്കും. പശ്ചിമ ബംഗാളിൽ CPM ഭരിച്ചിരുന്ന കാലത്ത്, ഇടതു മുന്നണി ഭരിച്ചിരുന്ന കാലത്ത് പശ്ചിമ ബംഗാൾ ഒരു കാർഷിക സംസ്ഥാനമാണ്, ഒരു ദരിദ്ര സംസ്ഥാനമാണ്. അവിടെ തൊഴിലവസരങ്ങൾ കുറവാണ്, വ്യവസായങ്ങളില്ല, കച്ചവട സ്ഥാപനങ്ങൾ മിക്കവാറും പൂട്ടി. അവിടെ ഒരു വ്യവസായം എന്ന് പറയാൻ പ്രധാനമായിട്ടുണ്ടായിരുന്ന ചണത്തിൻ്റെ ഈ ജൂട്ട് ഇൻഡസ്ട്രി ആയിരുന്നു. അതുമൊക്കെ മിക്കവാറും പൂട്ടി. മിക്കവാറും എല്ലാം തന്നെ ബംഗ്ലാദേശിൽ വളരെ ലാഭകരമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ബംഗ്ലാദേശ് സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിച്ചു. അതേ സമയത്ത് പശ്ചിമ ബംഗാൾ ദരിദ്രമായി. നമ്മൾ വെറുതെ കൽക്കട്ടയിൽ പോയി നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം ദാരിദ്ര്യം ആ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിനെ വ്യവസായവൽക്കരിക്കാനായിട്ട് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചു. അവർ നോക്കിയപ്പോൾ ആരാണ് ബംഗാളിൽ വന്ന് വ്യവസായം തുടങ്ങുക? പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് ടാറ്റയുടെ രൂപമാണ്. ടാറ്റ വലിയ കുത്തക മുതലാളിയാണ്, ബൂർഷയുടെങ്കിൽ പോലും. ടാറ്റ ഗ്രൂപ്പ് ബംഗാളിൽ വന്ന് കാർ ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ കാറുകളും ധാരാളം ഉണ്ടാവും. അതിനൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൻ്റെ വ്യവസായവൽക്കരണം ത്വരിതപ്പെടും. അതുപോലെ തന്നെ കുറേ പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടും. അത്തരം ദാരിദ്ര്യം മാറും. ഇതായിരുന്നു പ്ലാൻ. പക്ഷേ അതിന് കണ്ടെത്തിയ സ്ഥലം തീരെ ശരിയായില്ല. കാരണം ഈ 3 ഭൂ കൃഷി ചെയ്യുന്ന നെൽവയലുകളുള്ള സിംഗൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. സിംഗൂരിലെ കർഷകർ പറഞ്ഞു, ഇവിടെ വ്യവസായമൊന്നും വേണ്ട, ഞങ്ങൾ പോത്തിനെ പൂട്ടി വിടുന്ന സ്ഥലമാണ്, ഇവിടെ ഞങ്ങൾ കറ്റ കൊയ്ത് വയ്ക്കുന്ന സ്ഥലമാണ്, ഇത് മെതിക്കുന്ന സ്ഥലമാണ്, ഇവിടെ വച്ചിട്ട് ടാറ്റയുടെ കാർ ഫാക്ടറി ഉണ്ടാക്കണ്ട. അത് വലിയൊരു വിഷയമായിട്ട് മാറി. മമതാ ബാനർജി ഏറ്റെടുത്തു. അവർ 26 ദിവസം നിരാഹാര സമരം നടത്തി. വലിയ സംഭവമായി. മഹാത്മജി പോലും 21 ദിവസം നിരാഹാരം കിടന്നു. മമതാ ബാനർജി അതിനേക്കാൾ കൂടുതൽ നിരാഹാരം അനുഷ്ഠിച്ച് നമ്മളെയൊക്കെ കോരിത്തെരിപ്പിച്ചു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ നന്ദിഗ്രാമിൽ ഇന്തോനേഷ്യയിലെ സലീം ഗ്രൂപ്പുകാർ ഒരു കെമിക്കൽ ഹബ്ബ് ആരംഭിക്കാൻ ആലോചിച്ചു. അവിടെ ഇതുപോലെ തന്നെ സമരമുണ്ടായി. വലിയ സമരമായിരുന്നു. അവസാനം എന്ന് ചോദിച്ചാൽ ഈ പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ സർക്കാർ തകർന്നു. ഭരണകൂടം കൊഴിഞ്ഞു വീഴുന്നൊക്കെ പറഞ്ഞത് പശ്ചിമ ബംഗാളിലാണ് സംഭവിച്ചത്. ഭരണകൂടം മാത്രമല്ല, പാർട്ടി തന്നെ കൊഴിഞ്ഞു പോയി. അങ്ങനെ ആ പാർട്ടി അവിടെ ഇല്ലാണ്ടായി. ഇപ്പോൾ നമ്മളൊരു ചുവന്ന കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കണം. അവിടെ ഈ സ്റ്റേഷൻ മാസ്റ്ററിലുള്ള ചുവന്ന കൊടി, അത് മാത്രമേ ഉള്ളൂ. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. അത് കഴിഞ്ഞ് കുമാരി മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ടാറ്റയ്ക്ക് കൊടുത്ത സ്ഥലം തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. ടാറ്റയെടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ പണിയൊക്കെ തന്നിട്ട് ഇത്ര പണിയാൽ മതി, നാളെ തൊട്ട് പണിയണ്ട എന്ന് പറഞ്ഞ് ടാറ്റയെ പറഞ്ഞു വിട്ടു. ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് ടാറ്റ കേസിന് പോയി. ആദ്യം ഹൈക്കോടതി പറഞ്ഞു, ഈ കേസ് അവർക്ക് വിട്ടുകൊടുത്ത സ്ഥലം ടാറ്റയ്ക്ക് തന്നെ കൈവശം വെക്കാം, ടാറ്റയ്ക്ക് വ്യവസായം തുടങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ സ്ഥലം ബംഗാൾ ഗവൺമെൻറ് തിരിച്ചു പിടിക്കാൻ പാടില്ല. അതിനെതിരായിട്ട് മമതാജി എന്ത് ചെയ്തു? സുപ്രീം കോടതി ടാറ്റയ്ക്ക് എതിരായിട്ട്, അഥവാ മമതാ ബാനർജിക്ക് അനുകൂലമായിട്ട് വെച്ചു. അങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ സോഡ കുപ്പിക്കകത്തിട്ട് രാശിക്കായ പോലെ കിടക്കുക. അങ്ങനെയൊക്കെ വന്ന് 15 കൊല്ലം പൂർത്തീകരിച്ച് മമതാ ബാനർജി പടിയിറക്കി. സുവേന്ദു അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഈ സ്ഥലം ഞങ്ങൾ ടാറ്റ ഗ്രൂപ്പിന് കൊടുക്കാം, ടാറ്റ കാറുണ്ടാക്കിയാൽ മതി. ഈ ടാറ്റയുടെ തലക്കകത്ത് ചകിരിച്ചോറാണ് അല്ലെങ്കിൽ പിണ്ണാക്കാണെന്നാണ് മുഖ്യമന്ത്രി വിചാരിച്ചിട്ടുള്ളത്. നല്ല കാര്യമല്ലേ? ടാറ്റയല്ല, ജീവന് കൊതിയുള്ള ആരെങ്കിലും പശ്ചിമ ബംഗാളിൽ പോയി വ്യവസായം തുടങ്ങും. അതിനേക്കാൾ ഭേദം കേരളത്തിൽ വന്ന് തുടങ്ങിക്കൂടെ? എന്താ കേരളത്തിൽ വന്ന് ആരും വ്യവസായം തുടങ്ങാത്ത? വ്യവസായം തുടങ്ങാൻ പറ്റിയൊരു സ്ഥലമല്ല കേരളം. ഈ സാബു ജേക്കബിനെ പോലെ ചില ശുദ്ധന്മാർ മാത്രമേ ഇവിടെ വ്യവസായം തുടങ്ങുള്ളൂ. പുള്ളിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കുറ്റിപ്പെടുത്ത് തെലുങ്കാനയിലേക്ക് പോയില്ലേ. അപ്പോൾ വ്യവസായം തുടങ്ങണമെങ്കിൽ ഒന്നുകിൽ കർണാടകത്തിൽ തുടങ്ങാം, അല്ലെങ്കിൽ തെലുങ്കാനയിൽ തുടങ്ങാം, അതുമല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തുടങ്ങാം. സർക്കാർ ഏത് വന്നാലും അതിനൊരു മാറ്റം പറ്റില്ല. അതല്ലെങ്കിൽ ഗുജറാത്തിൽ തുടങ്ങാം, യാതൊരു തകരാറുമില്ല. വ്യവസായികൾ ചോദിക്കുന്നത് സകല ആനുകൂല്യങ്ങളും സകല സഹായങ്ങളും സർക്കാർ ചെയ്യും.
ഇവിടുത്തെ പോലെ യാതൊരു തടസ്സമില്ല. CITUക്കാർ കുടികുത്തലില്ല, ലേബർ ഓഫീസർമാരുടെ ഉപദ്രവമില്ല, ഫാക്ടറി ഇൻസ്പെക്ടർമാരില്ല, ആരുമില്ല. പരമസുഖം, ശാന്തം. പക്ഷേ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇനി ടാറ്റ തിരിച്ചില്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കേരള ഗവൺമെൻറ് കുറേ അധികം സ്ഥലം അക്വയർ ചെയ്ത് ടാറ്റയെ വിളിക്കുന്നു. ഇവിടെ വന്ന് തുടങ്ങൂ കാർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ടാറ്റ ഒരിക്കലും വരില്ല. പശ്ചിമ ബംഗാളിലേക്ക് ടാറ്റ പോകും? ടാറ്റ ഒരു കാരണവശാലും പോകാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് സുവേന്ദു അധികാരിയുടെ ഭംഗിവാക്കൊക്കെ മനോഹരമുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഉണ്ടാക്കി നടക്കാൻ പോകുന്നില്ല. അധികാരിക്ക് ആകെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ ടാറ്റയെ വിളിച്ചു വരുത്തുന്ന സമയത്ത് ആ നാട്ടിൽ കുറച്ചധികം പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ നല്ലവരായ നാട്ടുകാർക്കൊരു സമാധാനമുണ്ടാവും. പിന്നെ തൊഴിലില്ലാത്ത കുറച്ച് യുവാക്കൾക്ക് പോലീസിൽ ജോലി കിട്ടാനുള്ള അവസരവും ബാക്കിയായിരിക്കും.